അങ്ങനെ ഇന്ന് ബുർജ് ഖലീഫയുടെ 125ാമത്തെ നിലയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ ഏകദേശം ഇപ്പോൾ 3 മണിയാവുന്നതേ ഉള്ളൂ. ദുബായിയുടെ ഒരു അഹങ്കാരമായ ബുർജ് ഖലീഫ എല്ലാവരും വന്ന് കാണുകയും അതിൻ്റെ മുകളിൽ നിന്ന് ആ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഒരുപാട് പേര് പലവിധ ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളിലൂടെയൊക്കെ ആ ഫോട്ടോകൾ നമുക്ക് കാണാം. അത്ര ഭംഗിയായിട്ടാണ് ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റും നിന്നുകൊണ്ട് ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മളുടെ ഓരോ ഫോട്ടോകൾക്ക് വേണ്ടി ഇതാണ് നമ്മുടെ എം ആർ ടവറിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളുമൊക്കെ ഒരുപാട് ഭംഗിയോടെ ആ ചെറിയ നദികളിൽ നിന്ന് കൈവരികളിൽ പോകുന്ന പോലെ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് റോഡുകളാണ്. ഷെയ്ഖ് സായിദ് റോഡാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ റോഡ്. രാത്രിയുടെ ദൃശ്യത്തിലാണെങ്കിൽ കൂടുതൽ ശോഭമായിട്ട് നമുക്ക് കാണാം. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ബുർജ് ഖലീഫയുടെ നമ്മുടെ ജുമൈറ ഭാഗം. ദൂരെ കാണുന്നത് നമ്മുടെ പാം ഐലൻഡിൻ്റെ ദൃശ്യങ്ങളാണ്. വളരെയധികം മങ്ങിയതുകൊണ്ട് നമുക്ക് അത്ര വ്യക്തമല്ല. എങ്കിലും ഈ വലിയ വലിയ ഓരോ ടവേഴ്സുകളും, ടിൻ ടവറും, അതുപോലെ ഒരുപാട് ഹോട്ടൽസും, അതുപോലെ ഉയരം കൂടിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ചുറ്റും ഒന്ന് കണ്ണോടിക്കാം. ബുർജ് ഖലീഫയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പഴയ ദുബായിയുടെ ഒരു പഴയ മുഖം ദൂരെ നിന്ന് കാണാം. ഈ ബുർജ് ഖലീഫയോട് ചേർന്നുള്ളതൊക്കെ പുതിയ ബിൽഡിങ്ങുകളും ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെയാണ്. വലിയ റോഡുകളാണ് ഇതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നത്. ആ റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ബുർജ് ഖലീഫയുടെ ചുറ്റും നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ഒരു റൗണ്ട് ക്രൗൺ പ്ലാസയും അതുപോലെ ടിൻ ടവേഴ്സും എല്ലാം നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് പോകാം. വീണ്ടും നമ്മൾ ആ പഴയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നു.